യുവർ എഡ്യൂക്കേഷൻ റിഫ്ലക്ട്സ് ഇൻ യുവർ ക്യാരക്ടർ. നമ്മുടെ വിദ്യാഭ്യാസത്തിലാണ് നമ്മളുടെ സ്വഭാവം റിഫ്ലക്റ്റ് ചെയ്യുന്നത്. കുറേ ഡിഗ്രി ഉണ്ടായിരുന്നൊരു കാര്യമില്ല. നമ്മുടെ സ്നേഹം, അതോടൊപ്പം തന്നെ മറ്റുള്ളവരോട് ബഹുമാനം, അതൊക്കെയാണ് നമുക്ക് വേണ്ടത് എന്നുള്ളത് ഈ അവസരത്തിൽ സൂചിപ്പിക്കുകയാണ്. എന്തായാലും ഏറ്റവും ബഹുമാനപ്പെട്ട സ്കൂൾ എച്ച്എം, അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ പറഞ്ഞ് അച്ഛനെ പറ്റി കൂടുതൽ സംസാരിച്ച ഏറ്റവും ബഹുമാന്യനായ മമ്പറം ദിവാകരാട്ടൻ, അതോടൊപ്പം തന്നെ എൻ്റെ കൈതരിയിലെ നാട്ടുകാരിയായ സിനിമാ താരം ശുഭേച്ചി ഉൾപ്പെടെയുള്ള വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യർ, ഒത്തിരി പേര് കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ സംസാരിച്ചു കഴിഞ്ഞാൽ അത് അധിക പ്രസംഗമാകും എന്നുള്ളത് കൊണ്ട് ഒന്നോ രണ്ടോ വാക്ക് പറയാമെന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും ഈ ചരിത്രമുറങ്ങുന്ന കേളാലൂർ യു.പി. സ്കൂളിൻ്റെ വാർഷികത്തോടനുബന്ധിച്ച് അതിൻ്റെ സംഘാടകർ നിങ്ങൾ തന്ന സ്നേഹോഷ്മളമായ ഔപചാരികമായ നിങ്ങളുടെ സ്നേഹാദരവിന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ഞാൻ ഈ ഭാഗത്തുള്ള ഒരു വ്യക്തി തന്നെയാണ്. അതുകൊണ്ട് തന്നെ അതിഥി എന്നൊന്നും കാണേണ്ടതില്ല. എല്ലാ ദിവസവും ഇതിൻ്റെ മുന്നിലൂടെയാണ് പോകുന്നത്. നിങ്ങളെയൊക്കെ പലപ്പോഴായിട്ട് കാണുന്നതാണ്. പക്ഷെ എനിക്ക് അത്ഭുതം ഉണ്ടായത്, ഈ സ്കൂള് 125 വർഷം കൂടുതൽ പഴക്കമുള്ളതാണെന്ന് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും ഈ ഭാഗത്തെ നാട്ടുകാരുടെ ഒരു വിദ്യാഭ്യാസത്തിൻ്റെ ഒരു ഹബ്, ഒരു സ്തംഭമാണ് ഈ സ്ഥാപനം. പക്ഷേ കുറച്ചുകൂടി നമ്മൾ ഈ സ്കൂളിനെ മുന്നോട്ട് കൊണ്ടുവരേണ്ട ഉത്തരവാദിത്വം നാട്ടുകാർക്കുമുണ്ട്, അതോടൊപ്പം തന്നെ സ്കൂൾ മാനേജർക്കുമുണ്ട് എന്ന് അഭ്യർത്ഥിക്കുന്നു. എച്ച്എമ്മിനൊക്കെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോയി ഇത്രയും വർഷം പഴക്കമുള്ള സ്കൂളിനെ കുറച്ചുകൂടി കുട്ടികളെയും സമൂഹത്തെയും അട്രാക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള നിരവധി ഇന്നവേറ്റീവായ പ്രോഗ്രാമുകൾ നടത്തുന്നതിനുള്ള ശ്രമം നാട്ടുകാരോടൊപ്പം സ്കൂൾ മാനേജറും എച്ച്എമ്മും ടീച്ചേഴ്സും ഒന്ന് കൈകോർത്തുകൊണ്ട് ചെയ്യണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. കാരണം വിദ്യാഭ്യാസ സ്ഥാപനത്തിലൂടെയാണ് പലപ്പോഴും പല കാര്യങ്ങളും സമൂഹത്തിലേക്ക് കൊടുക്കേണ്ടത്. ടെമ്പിൾ ഓഫ് നോളജ്. അതിൽ ഞാനിവിടെ വന്നപ്പോൾ വിമർശനാത്മകമായി പറയല്ല, ഇഷ്ടംപോലെ സ്പേസുകളുണ്ട്, നല്ല ഒരു സാമൂഹ്യ അന്തരീക്ഷമുണ്ട്, ഒരു നാടിൻ്റെ ഒരു ഗ്രാമീണതയുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഗ്രാമീണതയുള്ള സ്കൂളുകളിലാണ് കുട്ടികൾ കുറച്ചുകൂടി ഡിസിപ്ലിനായിട്ട് പഠിക്കാൻ പറ്റുക. ടൗണുകളിലൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ഇൻഡിസിപ്ലിൻ ഉണ്ടാകും. അപ്പോൾ അതുകൊണ്ട് ഈ സ്കൂളിനെ നമുക്ക് കൂടുതൽ ശക്തമായി മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. വൺസ് അഗെയിൻ റിക്വസ്റ്റ്, ഒരു ടീമായിട്ട് പ്രത്യേകിച്ച് മാനേജറൊക്കെ വിദ്യാർത്ഥിനൊക്കെ മുൻകൈ എടുത്തുകൊണ്ട് ഇതിനെ ഒന്ന് മാറ്റിയെടുത്ത് ഈ സ്ഥാപനത്തെ അറിയപ്പെടുന്ന, നമുക്ക് തലശ്ശേരിയിലുള്ള ബ്രണ്ണൻ സ്കൂള് 0% വർഷങ്ങൾക്ക് മുന്നേ. ഇന്നിപ്പം കേരളത്തിൽ തന്നെ അറിയപ്പെടുന്ന സ്കൂളായി മാറിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മളെ മുന്നിൽ ചരിത്രങ്ങളുണ്ട്, അത് മാക്സിമം ഉപയോഗപ്പെടുത്തി നമ്മളത് മുന്നോട്ട് പോകേണ്ടതുണ്ട്. പിന്നെ സ്വാഭാവികമായിട്ടും അധ്യാപകൻ എന്ന നിലയിൽ ഇന്ന് സമൂഹത്തിൻ്റെ മിക്ക മേഖലകളിലും മൂല്യച്യുതി നടക്കുന്ന സാഹചര്യമുണ്ട്. അത് വിദ്യാഭ്യാസ മേഖലയിലുണ്ട്, അധ്യാപക മേഖലയിലുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് ഇന്ന് നമുക്കറിയാം, പത്രമാധ്യമങ്ങളിലൂടെ പോവുകയാണെങ്കിൽ മാതാപിതാ ഗുരു, ദൈവത്തെ കാണിച്ചു കൊടുക്കുന്ന വ്യക്തിയാണ് അധ്യാപകൻ. പക്ഷെ നിർഭാഗ്യവശാൽ അധ്യാപകർ വിദ്യാർത്ഥികളെ യൂസ് ചെയ്യുന്നു, അടിക്കുന്നു, കൊല്ലുന്നു. അങ്ങനെ വ്യത്യസ്ത രീതിയിലുള്ള മേഖലകളിൽ അധ്യാപകർ ചെറിയ ഒരു ശതമാനം സമൂഹത്തിലെ മദ്യം, മയക്കുമരുന്ന്, എല്ലാ രീതിയിലും അത് നമ്മളെ അതിനെ തെറ്റായ രീതിയിലുള്ള ഒരു സാഹചര്യമുണ്ട്. അതിൽ നിന്ന് വിഭിന്നമായി പ്രവർത്തിക്കണമെന്നുള്ള ഒരു പ്രതിജ്ഞ എടുത്തത് കൊണ്ടാണ് ഞാൻ ഈ മേഖലയിലേക്ക് കടന്നു വന്നത്. എന്തായാലും വളരെ സന്തോഷം, നിങ്ങളുടെയൊക്കെ സ്നേഹം. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കാനുള്ളത്, നമ്മളെ പൊതുവെ ഇന്ന് എല്ലാവരും മാർക്കുകൾ A+ വാങ്ങിക്കുക, B+ വാങ്ങിക്കുക എന്നുള്ളതാണ്. നമ്മൾ ജീവിതത്തിലെ A+ വാങ്ങിക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളുമായി നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. ബിയോണ്ട് ക്ലാസ് റൂം, ബിയോണ്ട് മാർക്ക് ലിസ്റ്റ് എന്ന രീതിയിൽ ചിന്തിക്കണം. അതിനുള്ള ശ്രമങ്ങൾ അധ്യാപകരും രക്ഷിതാക്കളും നമ്മളത് സ്വീകരിക്കണം. അതിലൂടെ നമ്മൾ കുട്ടികളെ കായിക മേഖലയിലോ കലാമേഖലയിലോ എല്ലാ മേഖലയിലും ഒത്തുപിടിച്ച് മുന്നോട്ട് കൊണ്ടുപോകണം. അതോടൊപ്പം തന്നെ 1-2 കാര്യങ്ങൾ ചിന്തിക്കാനുള്ളത്, നമ്മുടെ ടീച്ചേഴ്സൊക്കെ, സ്കൂളിലെ ടീച്ചേഴ്സും എച്ച്എമ്മിനൊക്കെ ഇടപെടാം. നമ്മുടെ മക്കള്
ഇവിടെ രീതിയിൽ ഇരിക്കുന്നവർക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഒന്ന് സൂചിപ്പിക്കാം എന്നുള്ളത് മാത്രമാണ്. പൂ കൊടുക്കാൻ വിളിക്കുന്നത്. ഇപ്പം പല മക്കളും ഒരു കൈ കൊണ്ടാണ് കൊടുക്കുന്നത്. മക്കളെ ഞാൻ പറഞ്ഞു, അതൊക്കെ നമ്മൾ കുട്ടികളല്ല, അതിൽ തെറ്റുകാർ കുട്ടികളല്ല. നമ്മൾ ഒന്നെങ്കിൽ രക്ഷിതാക്കൾ, അല്ലെ അധ്യാപകർ, അല്ലെ HM പറഞ്ഞു കൊടുക്കണം. അവർക്ക് കൊടുക്കുമ്പോൾ അറ്റ്ലീസ്റ്റ് 2 കൈ കൊണ്ട് കൊടുക്കണം എന്നുള്ളത്. അതേപോലെയുള്ള പ്രവർത്തനങ്ങൾ സിസ്റ്റമാറ്റിക് ആയിട്ട് ഇവിടെ ഞാൻ മനസ്സിലാക്കും. സോറി, ഐ എം നോട്ട് ക്രിട്ടിസൈസിങ്. നമ്മൾ 2 രീതിയിൽ വിമർശിക്കാം. ഒന്ന്, നിങ്ങളുടെ നന്മക്ക് വേണ്ടിയിട്ട് ആ രീതിയിൽ കണ്ടാൽ മതി. പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്യുന്ന സമയത്ത് എത്ര പേരുണ്ടാവും അതിന് കണക്കായിട്ട് കസേര പ്ലാൻ ചെയ്യുക. അതോടൊപ്പം തന്നെ എങ്ങനെയാണ് അതിൻ്റെ രീതി, എങ്ങനെയാണ് അവർ കൊടുക്കുന്നത്, അതൊക്കെ നമുക്ക് ഒന്ന് നാട്ടുകാരുടെയും അധ്യാപകരുടെയും ഒക്കെ ഒരുമിച്ച് കൊണ്ട് ഒരു സിസ്റ്റമാറ്റിക് ആക്കി കഴിഞ്ഞാൽ കുറച്ചുകൂടി നല്ലതായിരിക്കുമെന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ നിങ്ങളോട് റിക്വസ്റ്റ് ചെയ്യുന്നു. പറയാൻ തുടങ്ങിയാൽ കൂടുതൽ പറഞ്ഞുകൊണ്ടേയിരിക്കും. അധ്യാപകരാണ്, അതുകൊണ്ട് തന്നെ നിങ്ങളെ കൂടുതൽ വിഷമിപ്പിക്കുന്നത് നിർത്തുന്നതല്ലേ നല്ലത്. റൈറ്റ്? തീർച്ചയായിട്ടും നിങ്ങൾ കലാപരമായ പരിപാടികൾ കാണാൻ വെമ്പൽ കൊള്ളുന്നുണ്ടാവും. എന്തായാലും നമ്മുടെ ഈ സ്ഥാപനത്തിനെ കൂടുതൽ ഉന്നതങ്ങളിൽ എത്തിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇനിയും കൂടുതൽ അഹോരാത്രം പ്രവർത്തിക്കണം. അതോടൊപ്പം തന്നെ നല്ല വാക്കുകൾ പറഞ്ഞ എല്ലാവരെയും ഒരിക്കൽ കൂടി ഹൃദയത്തിൻ്റെ ഭാഷയിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങൾ നൽകിയ ഈ സ്നേഹാദരവിനെ ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടി കടപ്പാട് അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു സർ.